ലാവൻഡർ തീമിലുള്ള ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ദേ മീനാക്ഷിയും ജാനും എല്ലാവരും കൂടി ദേ കുറേ ലാവൻഡർ പൂവ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലാവൻഡർ ദേ എൻ്റെ ഡ്രസ്സും ലാവൻഡർ അല്ലേ, എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഈ ലാവൻഡർ കളറിന് തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യൂലേ. അപ്പോൾ ദേ നമ്മൾ കൊറോണ കാലത്ത് ഞാൻ കുറേ കുപ്പികൾ ഇങ്ങനെ ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ലാവൻഡറിൻ്റെ ഫ്രഷ്നെസ് കുറച്ച് ദിവസം കൂടി നീട്ടി കിട്ടണം എന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസം കൂടി ഈ ഫ്രഷ്നെസ് ഉണ്ടാവണം എന്ന് കരുതി ഞാൻ ഈ കുപ്പികളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആക്കി ഇതേമാതിരി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ലാവൻഡർ പൂവ് നമുക്ക് ഒന്നര ആഴ്ചയോളം ഇതിൽ ഫ്രഷ്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടാണ്. പിന്നെ നമുക്കത് വാടിപ്പോയി, കുറേ വേസ്റ്റായി വന്നതുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞ് ഇതേമാതിരി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ ലാവൻഡറിൻ്റെ ബോട്ടിലും ഓരോ പ്ലേസിൽ നമ്മൾ കൊണ്ടുവച്ചു. നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ വെച്ചു. പിന്നെ ഹോളിലെ സെൻറ്റർ ടേബിളുമേയും കിച്ചൺ കബോർഡിൻ്റെ അവിടെയും TV സ്റ്റാൻഡിൻ്റെ അവിടെയും വാഷ് ബേസിൻ്റെ അവിടെയും ഒക്കെ കൊണ്ടുവച്ചു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ് ഈ ഫ്ലവേഴ്സ്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.